ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരം ഒരു ചെടിച്ചട്ടി ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഈ കാണുന്നതെല്ലാം ഞങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. ഭംഗിയുള്ള പൂന്തോട്ടവും അതിലെ പ്രവർത്തനങ്ങളും മനുഷ്യൻ്റെ മാനസിക പിരിമുറുക്കം എന്നും കുറച്ചിട്ടേ ഉള്ളൂ. പറഞ്ഞു ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ഈ ചെടിച്ചട്ടി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. റൂഫിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന ഈ ഷീറ്റ് ഉണ്ടല്ലോ, അതാണ് നമുക്ക് ഫസ്റ്റ് വേണ്ടത്. വീട്ടിലെ റൂഫിങ്ങൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ബാലൻസ് ഉണ്ടാവുന്ന ചെറിയ പീസ്, ഒരു 1/2 മീറ്റർ നീളത്തിലുള്ള ഒരു പീസ് മതിയാവും നമുക്ക്. നിങ്ങളുണ്ടാക്കുന്ന ചട്ടിയുടെ സൈസ് അനുസരിച്ചാണ് അതിൻ്റെ നീളത്തിൻ്റെ സൈസ് കാണേണ്ടത്. അത് ഇതുപോലെ റൗണ്ടാക്കി വെച്ച് കമ്പി കൊണ്ട് കെട്ടിവെക്കുക. ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് നിലത്ത് വിരിക്കുക. അതിന് മുകളിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതുപോലെ വെക്കുക. പിന്നെ വേണ്ടത് മണലും സിമെൻറ്റുമാണ്. അതിൻ്റെ റേഷ്യോ 1:2 ആണ്. അതായത് നിങ്ങളെടുക്കുന്ന ഒരു പാത്രം സിമെൻറ്റിന് 2 പാത്രം മണൽ വേണം. അടിയിലെ ലെയർ ചെയ്യുമ്പോൾ എക്സ്ട്രാ സിമെൻറ്റ് ആഡ് ചെയ്യുന്നത് നന്നായിരിക്കും. കൂടാതെ ഇതിലധികം വെള്ളം വേണ്ട. വെള്ളം ആവശ്യത്തിന് മാത്രം മതിയാവും. വെള്ളം കൂടുമ്പോൾ ഇതിൻ്റെ ഗ്യാപ്പിലൂടെ ചോർച്ച ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ചട്ടിയുടെ ഹോള് ഇപ്പോൾ തന്നെ ചെയ്യാൻ വേണ്ടി തെർമോക്കോള് സിമെൻറ്റിൽ കുത്തിവെക്കുക. ഒരു കമ്പ് അല്ലെങ്കിൽ ഒരു PVC പൈപ്പ് എന്തെങ്കിലും ഒന്ന് കുത്തിവെച്ചാൽ മതിയാവും. ഇനി ചട്ടിക്കുള്ളിലെ ഡയമീറ്റർ എത്രത്തോളം വിസ്തീർണം വേണം അതിനനുസരിച്ചാണ് അടുത്തത് എടുക്കേണ്ടത്. എനിക്ക് ഈ പാട്ട വെച്ചാൽ അത്ര ശരിയാവുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു അലൂമിനിയം ഷീറ്റാണ്. ഇതുപോലെ റൗണ്ട് ചെയ്ത് എടുത്താൽ മതി, അല്ലെങ്കിൽ ഒരു പാട്ട എടുത്താലും മതി. അതേ സൈസിലുള്ള സിമെൻറ്റിൽ ഒട്ടിപ്പോവാതെ ഇരിക്കാൻ അതിൻ്റെ പുറത്ത് ഓയിൽ അല്ലെങ്കിൽ ഗ്രീസ് അല്ല വാക്സ് എന്തെങ്കിലും ആക്കി കൊടുക്കുക. അങ്ങനെ അതിലേക്ക് ഇറക്കി വെക്കുക. ഏകദേശം ലെവലാണെന്ന് തോന്നിയാൽ സിമെൻറ്റ് ഇട്ട് തുടങ്ങുക. ഇനി ഇടുന്ന സിമെൻറ്റ് കുറച്ച് ലൂസായാൽ നന്നായിരിക്കും. എല്ലാ ഭാഗത്തേക്കും ഇറങ്ങിച്ചെല്ലാൻ അത് സഹായിക്കും. ഇറങ്ങാത്ത ഭാഗത്ത് കോലുകൊണ്ട് കുത്തി ഇറക്കാവുന്നതാണ്. പിന്നെ ഒരു ദിവസം വെയിറ്റ് ചെയ്യുക. ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം ഈ തകിടുകൾ നമുക്ക് ഇളക്കി മാറ്റി നോക്കാം. ഇപ്പോൾ ഇത് പൂർണ്ണമായി സെറ്റായിട്ടുണ്ടാവില്ല. 2-3 ദിവസം നനച്ചു കൊടുത്ത് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഈ ഷീറ്റിൽ നിന്ന് എടുത്താൽ മതി. ഒരാഴ്ച കഴിഞ്ഞ് നല്ലവണ്ണം ഡ്രൈ ആയതിനു ശേഷം പെയിൻറ്റിങ് ചെയ്യുക. സാധാരണ ഉപയോഗിക്കുന്ന വാൾ പെയിൻറ്റിങ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ പാറ്റേൺ ചെയ്യാവുന്നതാണ്. വീട്ടിലെ വരാന്തയിൽ അകത്തൊക്കെ വെക്കുമ്പോൾ ഇങ്ങനെയുള്ളൊരു പൈപ്പ് ചെയ്തു വെക്കുന്നതായിരിക്കും നല്ലത്. പെയിൻറ്റിങ്ങിന് മുൻപ് സിമെൻറ്റ് കൊണ്ട് മാത്രം ഒരു എക്സ്ട്രാ ലെയർ കൊടുക്കുന്നത് കൊണ്ട് നല്ല ഉറപ്പ് കിട്ടും. ഇതുപോലെയുള്ള വീഡിയോസ് ഇനിയും കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. കൂടാതെ നിങ്ങളുടെ സജഷൻസും അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയറും ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ സ്റ്റേ ട്യൂൺ, ടേക്ക് കെയർ.